നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വന്തം സ്ഥലവും കെട്ടിടവും എന്ന സ്വപ്നത്തിലേക്കടുത്ത് ആൽഫ കുട്ടനാട് സെന്റർ. 2 വർഷം മുൻപ് തുടങ്ങിയ സെന്ററിന്റെ പ്രവർത്തകർ ഈ ലക്ഷ്യത്തിനായി നിരന്തര ശ്രമത്തിലായിരുന്നു. ഇതിന്റെ ഭാഗമായി 18 സെന്റ് സ്ഥലം സ്വന്തമാക്കിയിരിക്കുകയാണ് കുട്ടനാട് സെന്റർ പ്രവർത്തകർ. അമ്പലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിൽ കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. നിരവധി പേരുടെ സഹായവും ആൽഫയുടെ സേവനങ്ങൾ ലഭിച്ചവരുടെ പ്രാർത്ഥനയുമെല്ലാം ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇടയാക്കിയെന്ന് പ്രസിഡന്റ് രവീന്ദ്രനാഥ്, സെക്രട്ടറി കൊച്ചുമോൻ, ട്രഷറർ ചന്ദ്രമോഹൻ നായർ എന്നിവർ അറിയിച്ചു. എത്രയും വേഗം കെട്ടിടം ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ് കുട്ടനാട് സെന്ററിന്റെ പ്രവർത്തകരെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആൽഫ കുട്ടനാട് സെന്ററിന്റെ ഈ നേട്ടത്തിൽ ആൽഫ ഡെയിലി ന്യൂസിന്റെ ആശംസകൾ. ആൽഫ അന്തിക്കാട് സെന്ററിന് ഒരിക്കൽ കൂടി വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ സഹായം. ഓക്സിജൻ സിലിണ്ടർ, എയർബെഡുകൾ, വാക്കറുകൾ തുടങ്ങി നിരവധി സാമഗ്രികൾ പലപ്പോഴായി സംഭാവന നൽകിയിട്ടുള്ള ലയൺസ് ക്ലബ് വീണ്ടും സെന്റർ സന്ദർശിച്ചാണ് അവരുടെ സഹായം കൈമാറിയത്. അന്തിക്കാട് സെന്ററിനു വേണ്ടി പ്രസിഡന്റ് KG ശശിധരൻ മാസ്റ്റർ വാടാനപ്പള്ളി ലയൺസ് ക്ലബ് മെമ്പർ KR മോഹനിൽ നിന്നും ചെക്ക് സ്വീകരിച്ചു. ചടങ്ങിൽ ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ MC മദനകുമാർ, ലയൺസ് വാടാനപ്പള്ളി പ്രസിഡന്റ് CP ജയപ്രകാശ്, സെക്രട്ടറി KK മദനൻ, മെമ്പർ മോഹൻ റോയ്, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ് എന്നിവർ സന്നിഹിതരായിരുന്നു. ലിങ്ക് സെന്റർ ജോയിന്റ് സെക്രട്ടറിമാരായ വിൻസെന്റ് വർഗീസ്, വിജയൻ മാണിക്കത്ത്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു. ആൽഫ നെടുമങ്ങാട് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി അരുവിക്കര പഞ്ചായത്തിൽ അയൽക്കൂട്ട സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ചു. അയൽക്കൂട്ടം പ്രസിഡന്റ് ഗീതയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിഷൻ 2030 ഡിസ്ട്രിക്ട് ഡയറക്ടർ പുളിമൂട്ടിൽ ഉണ്ണി ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അയൽക്കൂട്ടം സെക്രട്ടറി രഞ്ജു S നായർ, മഞ്ജുള ദേവി എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.